പോലെ ഇവിടെ ഇപ്പൊ അങ്ങനെ ഒരു പരാതിയോ വലിയ സങ്കടമോ അല്ലെങ്കിൽ അവഗണിച്ചു എന്ന പരാതിയോ തോന്നേണ്ട ആളല്ല പത്മജയോട്. കാര്യം മുകുന്ദപുരം പോലൊരു സീറ്റ് മത്സരിക്കാൻ തന്നു. തൃശ്ശൂർ പോലെ ഒരു കാലത്ത് കോൺഗ്രസിന്റെ തറവാട് എന്ന് കേട്ടിരുന്ന സ്ഥലത്ത് 2 തവണ മത്സരിക്കാൻ സമയം കിട്ടി. KPCയിൽ ഭാരവാഹിത്വം ഉണ്ടായി, KTDC അധ്യക്ഷ സ്ഥാനം ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊന്നും കിട്ടാത്ത എത്രയോ സാധാരണ പാർട്ടി പ്രവർത്തകർ ഈ പാർട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ കിട്ടിയിട്ടും ഒരു പരിഭവത്തിന്റെ ടോൺ എപ്പോഴും ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ശരിയാണ്, അക്കാര്യത്തിൽ എനിക്ക് പാർട്ടിയുടെ ഒരു ഇതിൽ എനിക്ക് എല്ലാവരും തന്നിട്ടുണ്ട്. പക്ഷെ തന്നിട്ട് നമ്മുടെ ആൾക്കാരനെ തോൽപ്പിച്ചാൽ പിന്നെ എന്താ അതിനൊരു ഗുണമുള്ള തരുന്നതിൽ? അതിനേക്കാളും തരാതിരിക്കുകയല്ലേ. അതായത് ചില ആളുകൾ ഇപ്പോൾ പലതരം ഗ്രൂപ്പുകളാണല്ലോ, അതിൽ പലരുമായിട്ട് ബന്ധപ്പെട്ട് ഈ മാറി നിന്ന ആളുകളെ മുഴുവൻ എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞ അവരുടെ പേരിൽ ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും എനിക്കൊരു നീതി കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് പൊതുവെ എനിക്ക് തോന്നുന്നു, എന്നെ മാത്രമല്ല, പൊതുവെ വനിതാ നേതാക്കൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു പരാതി, ഒരു വനിത വരുമ്പം കൂടെ നിൽക്കുന്ന പലരും ഒരു ആത്മാർത്ഥത കാണിക്കാത്ത, അതെനിക്ക് തോന്നുന്നു കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമല്ല കേട്ടോ, എല്ലാ പാർട്ടിയിലും ഞാനത് കണ്ടിട്ടുണ്ട്. കാരണം പല പാർട്ടികളിലും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ വരുന്നുണ്ട്, പക്ഷെ അവരൊന്നും അത്ര അങ്ങോട്ട് ഇതാവുന്നില്ല. അതെന്താ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഇതാണോ? അല്ലെ, ഇപ്പൊ കെ കരുണാകരന്റെ മകൾക്ക് ജനകീയത എന്താ നന്നായി അറിയാം. ജനകീയത എന്ന മാസ് അപ്പീലിന്റെ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഈ സ്ത്രീ എന്ന ബാരിയർ ഉണ്ടാകുമോ? ആരെങ്കിലും കാലുവാരൽ എന്ന ഒരു ബാരിയർ. ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പോ ഒരു വാർഡിലോ ഒരു കോർപ്പറേഷനിലോ ഒരാളെ കാലുവാരി തോപ്പിക്കാം കൂട്ടത്തോടെ തീരുമാനിച്ച്, ഒരു നിയമസഭാ മണ്ഡലത്തിൽ നമ്മൾ ഒരു ജനകീയ സ്ഥാനാർത്ഥിയെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ അത് സാധ്യമാകുമോ വേണുഗോപാൽ? അത് പ്രത്യേകിച്ച് വനിതകൾക്ക്. ആണുങ്ങളുടെ കാര്യത്തെ ഒരിക്കലും പറയില്ല. നിങ്ങളിപ്പോ എത്രയോ വനിതാ നേതാക്കളെ എല്ലാവർക്കും അറിയാം, അവരോടൊന്നും ഒറ്റയ്ക്കൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കൂ. പത്മ ജനിക്കുന്ന MLA യുടെ മകളായിട്ടാണ്. ഈ പറഞ്ഞ അധികാര വഴിയിലെല്ലാം കണ്ടതാണ്. ലീഡറുടെ ജനകീയത കണ്ടതാണ്. ലീഡർക്ക് മുന്നിൽ മഹാസമുദ്രം പോലെ ആള് കൂടുന്നത് കണ്ടതാണ്. അപ്പൊ ഈ ജനകീയതയുടെ പവർ എന്താണെന്ന് വളരെ നന്നായി അറിയാവുന്നതാണ്. അപ്പോ ഒരു ജനകീയാവുന്നില്ല എന്നൊരു പ്രശ്നം അതിലുണ്ടോ? ഇല്ല, എന്നെ അവിടുത്തെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ ആകെ തൃശ്ശൂർ മാത്രമേ ഇപ്പൊ വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം. അതുകൊണ്ടായിരിക്കാം സുരേഷ് ഗോപി ഒരു ചെറിയ കാൻഡിഡേറ്റ് ആയിട്ട് ഞാൻ കാണുന്നില്ല. അദ്ദേഹം നല്ലൊരു കാൻഡിഡേറ്റ് തന്നെയായിരുന്നു. അപ്പൊ അദ്ദേഹം വന്നിട്ട് പോലും ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ പരാജയപ്പെട്ട് 6000 വോട്ടിനായി. ഇപ്രാവശ്യം 900-ലേക്ക് താഴ്ത്താനേ. അപ്പൊ ദിവസം കഴിയുന്നവരും ജനങ്ങൾ എന്നെ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇറങ്ങിയപ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ, കെ കരുണാകരൻ ഏറ്റവും കോൺട്രവേഴ്സ്യൽ ഒരു നേതാവായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് തകർക്കാൻ വേണ്ടി ഏറ്റവും അധികം ഉപയോഗിച്ച ഞങ്ങളെയാണ് മക്കള്. അന്നൊന്നും മക്കൾ രാഷ്ട്രീയം അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ മക്കളൊക്കെ ഞങ്ങളെ പൂവിട്ട് പൂജിക്കണം ഞങ്ങൾ തമാശയ്ക്ക് പറയും. കാരണം അന്നത്തെ കാലത്ത് എല്ലാ കല്ലേറും കൊണ്ടത് ഞങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആദ്യം ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആ കണ്ണിലാണ് എന്നെ നോക്കിയത്. അന്നൊന്നും ഇതേമാതിരി മാധ്യമം ഇതൊന്നുമില്ല. കെ മുരളീധരനെ മാക്കണ്ടി നോക്കിയിട്ടുണ്ട്. പക്ഷെ കെ മുരളീധരൻ അതിനെ അതിജീവിച്ചു. കെ മുരളീധരന് കെ കരുണാകരന്റെ മകൻ എന്ന അഡ്രസ്സിന് ഒപ്പം കെ മുരളീധരൻ എന്ന കൃത്യമായ അഡ്രസ് കൂടി ഉണ്ടാവുന്നുണ്ട്. അതാ ഞാൻ പറയാം, അവിടെയാണ് ഞാൻ പുരുഷനും സ്ത്രീക്കുള്ള വ്യത്യാസം പറയണത്. ഒരു സ്ത്രീ ഇത്തിരി കാണാൻ ഒരു നിറവും ഇതെല്ലാം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യുക അവരെ പറ്റി അപവാദങ്ങൾ പറയലാണ്. ഞാൻ കേട്ടിട്ടുണ്ട് പലരെ പറ്റിയും അത് പുരുഷന്മാരല്ല സ്ത്രീകളും തമ്മിൽ പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ ആ ഒരു കണ്ണിൽ കൂടെ ഒരു സ്ത്രീ വരുമ്പോ തന്നെ ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, പ്രത്യേകിച്ച് ഞാനൊക്കെ ആദ്യ ഇലക്ഷൻ സമയത്ത് വലിയ ബുദ്ധിമുട്ടായിരുന്നു നിൽക്കുന്നത്. എന്നാ അതിന് മുമ്പത്തെ കാലഘട്ടങ്ങളിൽ ഇപ്പൊ ലീലാ ദാമോദരൻ എന്നെ പോലെ അങ്ങനെയുള്ളവരൊക്കെ, അത് കഴിഞ്ഞിട്ടുള്ള പിന്നുള്ളൊരു കാലഘട്ടം സ്ത്രീകൾക്ക് വളരെ മോശമായിട്ടുള്ള, ഇനി പ്രതീക്ഷിക്കണം സ്ത്രീകൾക്ക് നല്ല കാലം വരുമെന്ന്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇത് കെ കരുണാകരന്റെ മകളാണെന്ന് പറയുന്നത്. ഇപ്പം ഒരു സാധാരണ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഒരു സ്ത്രീ നേതാവല്ല. കെ കരുണാകരൻ എന്ന നട്ടല് എന്നൊക്കെ പറയുന്ന അധികായന്റെ മകൾ പറയുകയാണ് അവർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഗതികേടാണ്. അല്ല, കെ കരുണാകരന്റെ മകളായതുകൊണ്ടാണ് എനിക്ക് അത്രയും പ്രശ്നങ്ങൾ വന്നത്. കാരണം അവരും നോക്കുന്നത് ഞാൻ ഭയങ്കര തൻ്റെടി, ഞാൻ ആരെയും മൈൻഡ് ചെയ്യില്ല. അപ്പൊ ആ ഒരു ഇത് മനസ്സിൽ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കി എന്നെ കണ്ടത് ആ രൂപത്തിലാണ്. പിന്നെ അത് മാറ്റിയെടുക്കാൻ എനിക്ക് സമയം വേണ്ടി വന്നു. അത് ഞാൻ അങ്ങനെയല്ല, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലൊരാളാണ്. പൊതുവേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഈ കളറ് കണ്ടിട്ട് പലരും പറയുമായിരുന്നു ഞാൻ ഭയങ്കര മേക്കപ്പാണ്. എന്നിട്ട് അവസാനം എങ്ങനെയും അവരതല്ലാന്ന് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇലക്ഷൻ എൻ്റെ കൂടെ നടന്നിട്ട് ഞാൻ കറുത്തില്ല, പക്ഷെ കൂടെയുള്ളവരൊക്കെ കറുത്തു. അപ്പൊ അവര് വെറുതെ ഇല്ലാട്ടെ ഇത് ചേച്ചിയുടെ. അപ്പൊ അവര് നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയപ്പം ഇപ്പൊ അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്.